ഇപ്പോഴും ഈ 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 8 വർഷങ്ങൾക്ക് ശേഷം വിചാരണ കോടതി വിധി പറയുമ്പോഴും അതിന് ഒരു രാഷ്ട്രീയമുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്താണ് ആ രാഷ്ട്രീയമെന്ന് പരിശോധിക്കാം. ഈ അതിജീവിത ആക്രമിക്കപ്പെട്ട ഘട്ടം മുതൽ സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അതിജീവിതയ്ക്കൊപ്പം എന്ന് തന്നെയാണ്. നേരത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ നടൻ ദിലീപിന് ഇതുമായി പങ്കുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അത് പൾസർ സുനി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ്. പക്ഷെ പിന്നീട് ഈ സൂചനകളും ചൂണ്ടുവിരലുമെല്ലാം ദിലീപിലേക്ക് തന്നെ എത്തുകയും അങ്ങനെ ദിലീപിന് നേരെ അന്വേഷണം നടക്കുകയും ദിലീപ് 85 ദിവസം അഴിക്കുള്ളിൽ ആയ സാഹചര്യം പോലുമുണ്ട്. അപ്പോൾ സർക്കാർ അവിടെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നേരത്തെയും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും സർക്കാർ അതേ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം അതിജീവിത സർക്കാരിനെ കണ്ടിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇരുവരും സംസാരിച്ചു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അവിടെ സർക്കാർ ഉടൻ അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും നേരത്തെ തന്നെ വന്നതാണ്. അതായത് 8-ാം തീയതിയായിരുന്നു നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നും 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ എന്നും കോടതി കണ്ടെത്തിയത്. അപ്പോൾ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, CPIയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഇടത് പാർട്ടികളുടെ കേന്ദ്രങ്ങളെല്ലാം അപ്പീൽ നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അവിടെ പ്രതിപക്ഷവും അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിഴവുകൾ ഉണ്ടായത്, ഇപ്പോൾ ഇതാ പിഴവുകൾ തിരുത്തിക്കൊണ്ടുള്ള ഒരു അപ്പീൽ നൽകണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ഉത്തരവിലെ പിഴവുകളാണ് ഇനി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. ആ ഉത്തരവിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അതിന്മേൽ ആണ് ഈ വിഷയത്തിൽ ഒരു അപ്പീലിനുള്ള സാധ്യത നിലനിൽക്കുന്നത്. വീണ്ടും വാദപ്രതിവാദങ്ങളിലേക്ക് പോവുകയോ പുനരന്വേഷണമോ തുടരന്വേഷണമോ ഒക്കെ സാധ്യമാവുക അവിടെയാണ്. ഇവിടെ ഇതാ ഈ സർക്കാരിന് മേലുണ്ടാകുന്ന ഒരു സമ്മർദ്ദം എന്താണ്? അതായത് ഇത്രമേൽ പ്രമാദമായ ഒരു കേസിൽ ഗൂഢാലോചന നടത്തിയവർ ആര്? അത് ദിലീപ് എന്ന ഒരു വിഭാഗം പറയുന്നു. അതല്ല എങ്കിൽ മറ്റാര്? അവരിലേക്ക് എത്തപ്പെടേണ്ടതല്ലേ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ? ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്യാനുണ്ടായ മോട്ടോ എന്താണ്? അതിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവരെ കൂടി കണ്ടെത്തുമ്പോഴല്ലേ ഈ അന്വേഷണം കാര്യക്ഷമമാവുക? അപ്പോൾ ഈ ചോദ്യം ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ സമ്മർദ്ദമാണ് ഇപ്പോൾ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. അവിടെ ഈ വിഷയം ചർച്ചയാകുമെന്നതിൽ തർക്കമില്ല. ആ സമയത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കേണ്ടതുണ്ട്. പക്ഷേ പിഴവുകൾ സംഭവിച്ചത് പ്രതിപക്ഷവുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് VV അരുണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. അരുൺ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ സർക്കാർ വാദങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ പലപ്പോഴായി പരാജയപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ വിധിപ്പകർപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം അതിജീവിതയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിൻ്റെ ഇതിന്മേലുള്ള തുടർ നീക്കങ്ങൾ എന്താണ്? വളരെ കൃത്യമായി അതിജീവിതയ്ക്കൊപ്പം എന്ന് എവിടെയൊക്കെ ഉയർത്തിക്കാണിക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഉയർത്തിക്കാണിക്കുക എന്നത് തന്നെയായിരിക്കില്ലേ സർക്കാരിൻ്റെ ഒരു നയം? അതിൻ്റെ പ്രതിഫലനമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വിരുന്നിലടക്കം കണ്ടത്? അഭിലാഷ്, ദിലീപ് എന്ന ആ സമയത്ത് സംസ്ഥാനത്തെ മലയാള സിനിമാ മേഖലയെ നിയന്ത്രിച്ചിരുന്ന, ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങൾ പറയുമ്പോഴും അവരെയൊക്കെ മറികടന്നുകൊണ്ട് മലയാള സിനിമാ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ദിലീപ് എന്ന നടന്റെ, നിർമ്മാതാവിന്റെ, വിതരണക്കാരന്റെ കൈവശം ഇരിക്കുമ്പോഴാണ്, ദിലീപ് അത്രയേറെ ശക്തനായി നിൽക്കുമ്പോഴാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇര ആരായാലും ആ പ്രതിയിലേക്കൊക്കെ, യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തുപോകുന്ന വലിയ സംശയങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ആദ്യ പിണറായി സർക്കാർ ദിലീപ് എന്ന ഈ രീതിയിൽ മലയാള സിനിമാ മേഖല നിയന്ത്രിക്കുന്ന ഇത്രയും പ്രശസ്തനായ ജനപ്രിയനായ ഒരു താരത്തെ ഒരു കൂട്ടബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത് മാത്രമല്ല ജയിലിലടച്ചത്. ഏതാണ്ട് 3 മാസത്തിനടുത്ത് ദിലീപ് ജയിലിൽ കഴിയേണ്ടി വന്നു. അത് സംസ്ഥാന സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ടാക്കിയ ഇമേജ് ചെറുതല്ല. എത്ര ഉന്നതരാണ് ഇത്തരത്തിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത്, പെൺകുട്ടികൾക്കെതിരെ നീങ്ങുന്നത്? ആരായാലും അവരെ ജയിലിലടയ്ക്കാൻ തക്ക കരുത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു വകുപ്പാണ്, ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്നൊരു പൊതുബോധ്യം ഉണ്ടാക്കിയ കേസും നടപടിക്രമങ്ങളുമായിരുന്നു അന്നുണ്ടായത്. അതിന്റെ രാഷ്ട്രീയ നേട്ടം ചില്ലറയൊന്നുമല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കുമൊക്കെ ലഭിച്ചത്. സ്വാഭാവികമായും ആ നേട്ടം വന്നു ചേർന്ന ആ സർക്കാരും ആ മുഖ്യമന്ത്രിയുമൊക്കെ ഇപ്പോൾ ഈ കേസിൽ യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയിലേക്ക് ശിക്ഷ എത്തിയില്ല എന്ന് അതിജീവിതയും അതുപോലെ തന്നെ അവർക്കൊപ്പം നിന്ന മഞ്ജു വാര്യർ അടക്കമുള്ളവർ പറയുമ്പോൾ സർക്കാരിന് ഈ കോടതി വിധി ഒരു തിരിച്ചടി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും.
പൂർണ്ണമായും പ്രതികൾ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്വാഭാവികമായും ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പട്സസൂരി അടക്കമുള്ള ക്രിമിനലുകൾ ഇപ്പോൾ ജയിലിലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ദിലീപ് അവിടെ രക്ഷപ്പെടുന്നു. ഗൂഢാലോചനയിൽ ദിലീപിനുള്ള പങ്ക് തെളിയിക്കാൻ കഴിയാതെ പോയി. അവിടെ പ്രോസിക്യൂഷന് വീഴ്ച. ഇപ്പോൾ ന്യൂസിനടക്കമുള്ള മാധ്യമങ്ങൾ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്ന വിധി പകർപ്പിലെ വിധിന്യായത്തിലെ ഓരോ പിഴവുകളും, പ്രോസിക്യൂഷൻ സംഭവിച്ച പിഴവുകൾ, അന്വേഷണ സംഘം സംഭവിച്ച പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിന് വരും വർഷങ്ങളിലും അല്ലെങ്കിൽ വരും ഘട്ടങ്ങളിലും തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇരയ്ക്ക് പൂർണ്ണ നീതി കിട്ടും വരെ പോരാടുമെന്ന് സർക്കാർ അന്ന് തന്നെ ഈ വിധി വന്ന സമയത്ത് നിയമമന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഉറപ്പു നൽകിയത്. മുഖ്യമന്ത്രി പിന്നീട് ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നലെ ഇരയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്ക് ക്ഷണിച്ചത് തന്നെ അത്തരമൊരു സന്ദേശമാണ്. സർക്കാർ പൂർണ്ണമായും ഇരയ്ക്കൊപ്പമാണ്. എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ അതൊക്കെ തിരുത്താൻ സർക്കാർ തയ്യാറാകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരയെ ക്ഷണിച്ച് അവിടെയും മുഖ്യമന്ത്രി ചർച്ച നടത്തി. അവരുടെ പ്രശ്നങ്ങൾ, അവർ വളരെ മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലാണ്. അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. അവർക്കൊപ്പം പൂർണ്ണമായും ഉണ്ടാകുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതിനെയും ഈ വിരുന്നിൽ പങ്കെടുക്കാൻ നിർത്തുമ്പോഴൊക്കെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പൂർണ്ണമായും മാനസികമായും അതുപോലെ നിയമപരമായും എല്ലാ സംരക്ഷണവും പിന്തുണയും നൽകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. അധികം വൈകാതെ ഈ കേസിൽ ഈ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട കേസിൽ അപ്പീൽ പോകുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ നടപടിക്രമങ്ങളും സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ്. അത് ഇപ്പോഴുണ്ടായ പിഴവുകൾ കൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള ഇപ്പോഴുണ്ടായ ഈ കോടതിയിൽ പ്രതികളായി നിന്നവരുടെ പങ്ക് തെളിയിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതുകൂടി പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണത്തിനും അല്ലെങ്കിൽ അത്തരം നിയമ നടപടികളിലേക്ക് പോകുമെന്ന ഉറപ്പാണ് ഇരയ്ക്ക് സർക്കാർ നൽകിയത്. സ്വാഭാവികമായി ഒരു രാഷ്ട്രീയമുണ്ട്. ഇരയെ ചേർത്ത് നിർത്തുമ്പോഴും ഒരു രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം അവൾക്കൊപ്പം എന്ന് പറയുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ CPM-ന്റെ വനിതാ സംഘടന, പോഷക സംഘടന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഒരു പരിപാടിയുടെ PK ശ്രീമതി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയുടെ അത്തരത്തിൽ ആ രാഷ്ട്രീയ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് ഇരയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകുമെന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് സർക്കാർ നൽകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിരുന്നിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാളായി നടിയെ വിളിച്ചത്, അതിജീവിതയെ വിളിച്ചത്. പിന്നീട് ക്ലിഫ് ഹൗസിൽ അവർക്ക് വേണ്ടി മുഖ്യമന്ത്രി സമയം മാറ്റിവെക്കുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുവേണ്ടി വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇരയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കുറ്റവാളികളെ ഇനിയും സർക്കാർ പിന്തുണ, അന്വേഷണ ഏജൻസി പിന്തുണരുമെന്ന ഉറപ്പുകൂടിയാണ് അവർക്ക് ഇന്നലെ മുഖ്യമന്ത്രി നൽകിയത്. യെസ്, അതാണ് സർക്കാർ നിലപാട്. സർക്കാർ തുടക്കം മുതൽ ഇരയ്ക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കില്ല എന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ അതിജീവിത തൃപ്തിപ്പെടുന്നതുവരെ സർക്കാർ ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം സർക്കാരിനുണ്ടായ വീഴ്ചകൾ എണ്ണിക്കാണിക്കുമ്പോൾ പോലും അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്നത് പ്രായോഗികമല്ല. കാരണം കേരളം ഒന്നടങ്കം ഏറെ ദുഃഖത്തോടുകൂടിയും ഞെട്ടലോടുകൂടിയും കണ്ടിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന നിലയിലേക്ക് ആളുകൾക്ക് തോന്നുന്ന തരത്തിൽ പ്രതിപക്ഷത്തിനും നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെയല്ലേ പുറത്തു കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുകയും ചെയ്യും.